ആരാണ് എന്റെ കൂടെ വന്നേക്കെന്ന് അറിയാവാ? ഒരാടാറ് ടീമാണ്. We are exploring some pan-Indian valleys. We are going to another server today. തലൈവറുകൾ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. നമുക്ക് ഫിലിമിന്റെ ത്രെഡുകളൊക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ പുതിയതായിട്ട് ചെയ്യാനുള്ളത്? അംബാനിയുടെ ഒരു ബിസിനസ് ട്രിക്സ് ഒക്കെ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പുള്ളി പൈസ പോകുന്നിടത്ത് കയറി കളിക്കത്തില്ല. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ, എന്ത് ചെയ്യാം? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഗെയിം നമ്മുടെ മനസ്സിൽ ഐഡിയ തോന്നുന്നിടം തൊട്ട് ആ ഗെയിം മാർക്കറ്റിൽ വന്ന് അത് കളിച്ച് പ്രസന്റ് ചെയ്യുന്നിടം വരെ പൈസ ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് മാത്രമേ ഉള്ളതിൽ. ബ്ലൗസ് പീസ് ഹല, പാന്റ് പീസ് ഹല, ഷർട്ട് പീസ് ഹല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഒരു 30,000-40,000 രൂപ വെച്ചിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണ്. അങ്ങനത്തെ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചുണ്ടാക്കാം. ആദ്യമായിട്ടാണ് ഗെയിമർ വരുന്നത്. ഗെയിമർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ മാരിയോ തുടങ്ങിയ ഗെയിമുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ ചെറിയ ചെറിയ കാർ റേസുകൾ. അതിൻ്റെയൊക്കെ ലോകം മാറി, അതിൻ്റെ സാധ്യതകൾ മാറി. അതിന്ന് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വലിയ സാമ്പത്തികമായി കൊടുക്കുന്ന വലിയ തൊഴിലാണ്. നമുക്കിന്നൊരു ഗെയിമറുണ്ട്. ഈഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. ദിലിൻ ദിനേഷ്, സ്വാഗതം. ഹലോ. എന്താണ് ഈഗിൾ? ഈഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. എല്ലാവർക്കും ഈ നമ്മുടെ യഥാർത്ഥ പേരിനേക്കാളും വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അവിടെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ യഥാർത്ഥ പേരിടുന്നത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പേരൊക്കെ മോഡിഫൈ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ ഒരു റിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു പേരിടും ഓരോ ചാനൽസിന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗെയിമിംഗ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ എഴുത്തുകാർക്ക് ഉറൂബ്, അതെ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു പേരാണ്. അത് കുറച്ച് സിംപ്ലിഫൈഡ് ആയിരിക്കണം, ആൾക്കാർ ഓർത്തിരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒരു പേര് എല്ലാവരും സെലക്ട് ചെയ്യണത്. അപ്പം ഞാൻ ഈഗിൾ എന്നുള്ള പേര് അങ്ങനെ ഇട്ടതിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നുമില്ല. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഗെയിം കളിക്കുമായിരുന്നു. അപ്പം അവരെല്ലാവരും കൂടെ നമ്മളിതിന് കസ്റ്റം റൂംസ് ഉണ്ടാക്കി കളിക്കുമായിരുന്നു, ഒരു PC ഗെയിം റെയിൻബോ 6 സീജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ കളിക്കുന്ന സമയത്ത് എല്ലാവരും മദ്യത്തിൻ്റെ പേര് ഇങ്ങനെ പേരാക്കി ഓരോരുത്തർ കസ്റ്റം റൂമിൽ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഏകമൈസർ, ബെക്കാഡി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ ഇട്ടപ്പം ഞാനപ്പോൾ വെറുതെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു വേൾഡിലെ ഏറ്റവും വില കൂടിയ മദ്യത്തിൽ ഏതാണുള്ളതെന്ന് ഇങ്ങനെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിലിങ്ങനെ ഈഗിൾ എന്ന് പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേരുണ്ടായിരുന്നു. ഈഗിൾ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എന്തോ ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പം ഞാൻ അതങ്ങ് ഇട്ടു. അപ്പോൾ കളിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ നമ്മൾ പെട്ടെന്ന് കളിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നമ്മുടെ പേരായിരിക്കുമല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ അടുത്ത് കോൾസൊക്കെ പറഞ്ഞ് ഈഗിളെ അവിടെ ഉണ്ട്, ഈഗിളെ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ അത് വിളിച്ച് ഈഗിൾ എന്നായി. പിന്നെ അങ്ങനെ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ഈഗിൾ ഗെയിമിംഗ് എന്നുള്ള ഗെയിമിംഗ് ആണല്ലോ നമ്മുടെ സെക്ഷൻ. അപ്പം ഈഗിൾ പ്ലസ് ഗെയിമിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടങ്ങ് തുടങ്ങി. നമ്മുടെ ജനറേഷൻ ആയിരുന്നു ഈ ഓൾഡ് മംഗ് എന്തോ ജവാൻ. അതെ അതിനപ്പുറത്തേക്കുള്ള പേര് ഇപ്പോഴും അതെ ഈഗിൾ എന്ന് പേരൊരു മദ്യം ഉണ്ടല്ലേ? അങ്ങനെ ഒരു മദ്യമുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് ഈ ഗെയിമിംഗ് പരിപാടിയിലേക്ക് വന്നത്? ഞാനിപ്പം ഗെയിമിങ്ങിലേക്ക് കറക്റ്റ്, അതായത് ഞാനൊരു സ്ട്രീമർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടിപ്പോൾ ഒരു 5 വർഷം 6 വർഷം. പക്ഷെ ഒരു 8 വർഷമായിട്ട് ഞാൻ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അതിന് മുമ്പ് അങ്ങനെ ഗെയിംസ് കളിക്കുന്നില്ലായിരുന്നു. ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് എനിക്ക് ആദ്യമായിട്ട് ലാപ്ടോപ്പ് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് വേണമായിരുന്നു, സിസ്റ്റം വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് 1 ലക്ഷം രൂപയുടെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനൊരു ലാപ്ടോപ്പ് മേടിച്ച് തന്നപ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനെ ഗെയിമിങ്ങിലേക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ബാംഗ്ലൂർ പോലെ ഒരു സ്ഥലത്ത് പോയി ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ക്ലാസ് രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് എല്ലാവരും റൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കുന്നതാണ്. അപ്പം ഞാനും പയ്യെ അതിലോട്ട് അഡാപ്റ്റീവായി. PUBG ആണോ ആ സമയത്ത് ഉണ്ടായിരുന്നത്? അല്ല, ആ സമയത്ത് ഞാനൊരു PC ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്, റെയിൻബോ 6 സീജ്. PUBG ആണെന്ന് എൻ്റെ ബേസ്. ഞാൻ അവിടെ നിന്നാണ് ഇന്ന് ഈഗിൾ ഗെയിമിംഗ് എന്നുള്ളൊരു പേര് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് PUBG കൂടെയാണ്. 90s ലാസ്റ്റ് ആയിരിക്കുമല്ലോ ജനിച്ചത്? 97. നമ്മളൊക്കെ 90s തൊട്ട് മുമ്പ് ജനിച്ചാണ്. അപ്പം ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം 2024 വരെ ഗെയിമുകളിലൂടെ എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു ഗെയിം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുട്ടിക്കളി എന്നുള്ള രീതിയിലാണ് എല്ലാവരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ്
അതിലൊരു വലിയൊരു കരിയർ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറി ഈ ഒരു ഞാൻ പറയാം ഒരു 3-4 വർഷം മുമ്പ് കൊറോണയ്ക്ക് ശേഷം അതൊരു അങ്ങനത്തെ ഒരു ഫേസിലോട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഇയർ അംബാനിയുടെ ഒരു ഇതിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്കിന് സിനിമയെക്കാളും വലിയ ഇൻഡസ്ട്രി ഗെയിമിംഗ് ആയിരിക്കുമെന്ന്. അത് പറയാനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പം തന്നെ 2024 നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇടയ്ക്ക് ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് എന്ന് പറഞ്ഞൊരു ഗെയിം ഇറങ്ങി. ഈ ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് എന്ന് പറയുന്ന ഗെയിം ആക്ച്വലി ഏകദേശം 600 കോടി രൂപയായിരുന്നു അതിൻ്റെ മേക്കിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. 600 കോടിക്കാണ് ആ ഗെയിം ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു സെയിം എമൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു ഫിലിം ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചോ, ആ ഫിലിം ഓടി അത് ഈ ഒരു 600 CR ക്രോസ് ചെയ്ത് അതിലും അതിനകത്തുള്ള പ്രോഫിറ്റിലേക്ക് പോകാൻ ഇത്ര ദിവസം വേണ്ടി വരും. മിനിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈമൊക്കെ 2 മാസം വേണ്ടി വരും ആ ഒരു ലെവലിലേക്ക് ഓടി. അപ്പോൾ ഒരു വേൾഡ് വൈഡ് പടമാണെങ്കിൽ തന്നെ ആ ഒരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും. ഈ ബ്ലാക്ക് മിത്ത് ഹൂക്കോങ് എന്ന് പറയുന്ന ഗെയിം ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിൽ വിറ്റുപോയത് 1 കോടി കോപ്പിയാണ്. ഈ 2 ദിവസത്തിൽ 1 കോടി കോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് പ്രൈസ് 3500 റുപ്പീസാണ്, ഇന്ത്യൻ റുപ്പീസ്. ഓരോ രാജ്യത്തും ഓരോ ഇതായിരിക്കും. 1 കോടി കോപ്പി വിറ്റുപോയി എന്ന് പറയുമ്പോൾ 3000 രൂപയ്ക്ക് ആവറേജ് 3500 രൂപയാണ് ഗെയിമിന്. അപ്പം ഈ 1 കോടി കോപ്പിക്ക് ആവറേജ് ഒരു 3000 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 3000 കോടി കടന്നു. ആൻഡ് ആ ഒരു ഗെയിം 600 കോടിക്ക് ഉണ്ടാക്കിയ ഗെയിം വിത്തിൻ 48 hours അതിൻ്റെ ഇരട്ടിയുടെ പ്രോഫിറ്റാണ് അവർക്ക് കിട്ടിയത്. അത് 2 ദിവസത്തെ കണക്കായിരുന്നു. ഇപ്പം നോക്കിയാൽ അത് 2 കോടിയോ 3 കോടിയോ കോപ്പീസ് വിറ്റിട്ടുണ്ടാവും. ഇത് സ്റ്റോറി പോലെയല്ലേ, ഇപ്പം നേരത്തെ പറയില്ല സിനിമ പോലെയല്ലേ? അതെ. അപ്പോൾ ഇത് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു എൻഡ് ഉണ്ടല്ലോ, അത് എത്ര നാളുകൊണ്ടായിരിക്കും ഒരാൾ കളിച്ച് തീർക്കാൻ പറ്റും? അത് അയാളുടെ കഴിവ് പോലെ ഇരിക്കും. വ്യൂവിംഗ് ടൈം എത്രയായിരിക്കും? പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സ്റ്റോറി മോഡ് ഗെയിം എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനൊരു പ്ലേ ടൈം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം ടൈം, ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത് തീർക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ അതിനകത്ത് മുടക്കുന്ന സമയം അനുസരിച്ചാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ട്രീമറാണ്, അപ്പോൾ എനിക്ക് ഓഡിയൻസിന് മുമ്പിൽ ഈ ഗെയിം എങ്ങനെയായിരിക്കണമെന്ന് എത്രയും പെട്ടെന്ന് അവരെ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് പ്രസൻറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എൻ്റെ കോണ്ടന്റ് അതാണ്. അപ്പം ഞാനത് അതിനുവേണ്ടി ടൈം കണ്ടെത്തിയിരുന്നേ പറ്റത്തുള്ളൂ. പക്ഷേ കാഷ്വലായിട്ട് കളിക്കുന്ന ഒരാൾ, ഇപ്പോൾ ചേട്ടൻ്റെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു, സമയം പോക്കിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ ഈ ഗെയിം വളരെ പയ്യെ കളിച്ച് തീർക്കാം. ഇപ്പം എനിക്കിത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇത് എങ്ങനെയായിരിക്കണമെന്ന് ആൾക്കാരിലേക്ക് എനിക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ കളിച്ച് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് കളിച്ച് തീർക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കോണ്ടന്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കുറച്ച് ടൈം അധികം ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കളിച്ച് തീർക്കും. അല്ലാത്തവർക്ക് ഭയങ്കര കാഷ്വലായിട്ട് ഈ പറയണതുപോലെ ടൈം എടുത്ത് പയ്യെ കളിച്ച് തീർക്കാം. മോസ്റ്റ് ഓഫ് ദ ഇറങ്ങുന്ന സ്റ്റോറി മോഡ് ഗെയിമുകളൊക്കെ നമുക്കൊരു ടാസ്ക് തരുമല്ലോ, ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും നമുക്ക് ഈ പറയണതുപോലെ മരിക്കുമല്ലോ ആണെങ്കിൽ മാത്രമേ ആ ടാസ്ക് മാത്രം ഒന്നും കൂടെ കളിക്കേണ്ടി വരും. അല്ലാതെ ഫ്രം ദ ബിഗിനിങ് ഗെയിം കളിക്കേണ്ടി വരുമില്ല. മൾട്ടിപ്പിൾ ടാസ്കുകൾ ചേർന്നായിരിക്കും ഒരു സ്റ്റോറി മോഡ് ഗെയിംസ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് അത് കളിക്കേണ്ട, ടാസ്ക് മാത്രം കളിച്ചാൽ മതി. അപ്പോൾ ഈ ക്രിയേറ്റീവായ എഴുതുന്ന ആളുകൾക്ക് ഇതിലേക്ക് സാധ്യതകളുണ്ടെന്നാണ് അർത്ഥം? അല്ല, ഇപ്പം കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗെയിം കളിക്കുക എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഗെയിം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്യുന്നിടം തൊട്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബേസിക് ഈ ഗെയിം ഐഡിയ കൊണ്ടുവരുന്ന ആളുടെ ബ്രെയിനിൽ നിന്ന് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ആവണം. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അവിടെ കുറേ ആർട്ടിസ്റ്റുകളെ വേണം. ക്യാരക്ടർ ഡിസൈന്, ക്യാരക്ടർ സ്കെച്ച്, അത് പിന്നീട് എങ്ങനെ അതിനെ ലൈക്ക് 3Dയിലേക്ക് കൊണ്ടുവരാം, പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ VFX, ഗ്രാഫിക്സ്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു ഗെയിമിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് തുടക്കം തൊട്ട് പറയാവുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസാണ്. അവിടെ നിന്ന് ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ആ ഗെയിം കംപ്ലീറ്റ് ആവുന്നതും വരെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഡിയോ ആയിക്കോട്ടെ, ഡബ്ബിങ്, VFX, SFX, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിലെല്ലാം ഈ പറയണത് പോലെ പ്രൊഫഷണൽ ഓഡിയോ വീഡിയോ ആൾക്കാരുടെ ഹെൽപ്പ് വേണ്ടുന്ന ഒരു സാധനമാണ്. സിനിമയുടെ തന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ. അതെ. പ്രോപ്പർ ഒരു സിനിമ ഉണ്ടാക്കുന്ന എക്സ്പെൻസും പ്രോപ്പർ ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ വേണം അതിന്റെ പുറത്ത്. ഷൂട്ടില്ലാന്ന് മാത്രമേ ഷൂട്ടിന് പകരം അവർക്ക് കംപ്ലീറ്റ്ലി ഇതൊരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ VFX എന്ന് പറയണം. വൺസ് ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും അവിടെ ഓപ്പൺ ആവുകയാണ്, ഗെയിം ബേറ്റ ടെസ്റ്റർ അല്ലെങ്കിൽ ഗെയിം ടെസ്റ്റർ. അതായത് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറും തന്ന ഒരു ഗെയിം, നമ്മൾ റിലീസ് ആവാത്ത ഒരു ഗെയിം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും.
നമ്മൾ ഇത്ര മണിക്കൂർ ഇരുന്ന് കളിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബഗ്ഗുകൾ അതിനകത്ത് ഫീൽ ചെയ്യുന്നു, ആസ് എ ഒരു ഗെയിമർ നിങ്ങൾക്ക് എന്തൊക്കെ ഇത് ചെയ്യുന്നു, എന്തൊക്കെ ഈ പറയണത് പോലെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് തോന്നുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മന്ത്ലി 60,000 തൊട്ട് 1,00,000 രൂപ വരെ സാലറി ഉണ്ട് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ ഈ പറയണത് പോലെ 30,000, 25,000, 40,000 രൂപയൊക്കെ സാലറിക്ക് ഗെയിം ടെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് വൺസ് ഈ ഗെയിം റിലീസ് ആവുന്നതിന് മുമ്പ്, വൺസ് ഈ ഗെയിം റിലീസ് ആയതിനു ശേഷം അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗെയിംസ് നമുക്ക് ആൾക്കാരിലേക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ സ്ട്രീം ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഗെയിം ഉണ്ടാക്കിയവർക്ക്, ഇതിന് ഡെവലപ്പേഴ്സിന് അതിൽ ജോലിയുണ്ടോ? നമ്മൾ വെറുതെ ഒരു ഫയൽ ഉണ്ടാക്കി വിടുകയല്ല ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള അപ്ഡേഷൻ എന്ത് വേണമെങ്കിലും ഏത് സമയത്തും കൊണ്ടുവരാം. ഇപ്പം നമ്മളിപ്പോൾ കളിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെങ്കിലോ ആ ബഗ്ഗെല്ലാം ഫിക്സ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം അവർക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും, നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ഉണ്ട്, ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗെയിം ഓപ്പൺ ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് പുതിയ ഫീച്ചേഴ്സ് വരും, പുതിയ സ്ഥലങ്ങൾ വരും, പുതിയ കാര്യങ്ങൾ വരും. ഇപ്പോൾ BGMA അല്ലെങ്കിൽ PUBG ഇതുപോലത്തെ ഗെയിമുകളിലൊക്കെ ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ ഇവൻറ്റുകളും പുതിയ കാര്യങ്ങളും കൊണ്ടുവരും. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണിലെ ഫയൽസ് മാറി അല്ലെങ്കിൽ PC ഫയൽസ് മാറി പുതിയ ഫയൽ റീപ്ലേസ് ആയാണ് ഓപ്പൺ ആവുന്നത്. പുതിയ തലമുറയിൽ കുട്ടികൾ ഒരു 5 മുതൽ 8 വരെ അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികൾ ഒരുപാട് കളിക്കുന്നുണ്ട്. ഇപ്പം ഇവരിത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് ആണ്. അപ്പോൾ ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? പറയണം എന്ന് തന്നെ വിചാരിച്ചൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മെൻഷൻ ചെയ്ത ഗെയിമുകളൊക്കെ 18+ എന്ന് കംപ്ലീറ്റ്ലി അവർ മെൻഷൻ ചെയ്തിറക്കുന്ന ഒരു സാധനമാണ്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കളിക്കുക എന്നുള്ള രീതിയിലത്തെ ഇറക്കുന്ന ഗെയിമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർക്കിത് കൊടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ പേരൻ്റൽ കൺട്രോൾ അതൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ വെറുതെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ കുഞ്ഞിനത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അത് കൊടുക്കുന്ന സമയത്ത് അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് അടങ്ങിയിരുന്ന് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി അത് വിടാതെ നമ്മൾ ഇതിനൊരു സെറ്റ് ഓഫ് ടൈം വെച്ച് കൊടുക്കണം ഉറപ്പായിട്ടും. അല്ലാതെ ഒരു കംപ്ലീറ്റ് ആക്സസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്ക് നാട്ടിലൊരു ഗെയിമിംഗ് റൂമുണ്ട്. അതായത് ഞാനൊരു വലിയ ഗെയിമിംഗ് റൂം സെറ്റപ്പ് പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി കുറേ കുട്ടികളൊക്കെ വരും. അപ്പോൾ അവരവരുടെ പേരൻസൊക്കെ ആയിട്ട് വരാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും, മോനെ ഇവന് ഭയങ്കര ഗെയിം കൊണ്ട് ഭയങ്കരമായിട്ട് ഇരിക്കുക. അപ്പോഴും ഞാൻ അവരോടും പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇപ്പോൾ പേരൻസ് ആണെങ്കിലും കുറച്ച് സമയം അവർക്ക് ഇതിനു വേണ്ടി കളിക്കാനായിട്ട് കൊടുക്കുക. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ എല്ലാം കളിക്കാൻ കൊടുക്കുക. അതിനുശേഷം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു പവർ പേരൻസിന് ഉണ്ടാവണം. അതില്ലെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ ഇവർ ഇതിനകത്തൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഗെയിംസ് അഫക്റ്റ് ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. അത് വൾഗാരിറ്റി ഉള്ള ഗെയിംസ് ഉണ്ട്, ലൈക്ക് 18+ കണ്ടൻസ് ഉള്ള ഗെയിംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ GTA 5 എന്നൊക്കെ പറയുന്നത് പ്രോപ്പർലി ഒരു 18+ ഗെയിമാണ്. അത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കളിക്കാനുള്ളതാണ്. കാരണം അതിനകത്തെ പോസ്റ്റേഴ്സും അതിനകത്തെ എല്ലാ വീഡിയോസും എല്ലാം 18+ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് പക്ഷേ കുട്ടികളിലേക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കാർ ഓടിക്കാം അങ്ങനത്തെയൊക്കെ, അവർക്ക് അതിനകത്ത് മിഷൻസും സ്റ്റോറി ലൈനും ഒന്നും മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പേരൻ്റൽ കൺട്രോൾ എന്തായാലും അതിനകത്ത് ഉണ്ടാവണം. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ചെറിയ പിള്ളേർ സ്ട്രീമേഴ്സ് ഉണ്ട്. അതായത് ഒരു 8 വയസ്സ് 9 വയസ്സുള്ള സ്ട്രീമേഴ്സ് പിള്ളേരുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ അവന് കളിക്കാൻ വേണ്ടിയിട്ട് സ്പൈറോ ഗെയിമിംഗ് എന്നാണ് ചെക്കൻ്റെ പേര്. അവൻ്റെ അച്ഛൻ അവന് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ PC സെറ്റപ്പുകളൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുക. എന്നിട്ട് പുള്ളി ലൈവിൽ ക്യാമറയൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. പുള്ളി കൂടിയിരിക്കും, അച്ഛൻ എപ്പോഴും ഇങ്ങനെ കൂടിയിരിക്കും, അവൻ അവിടെ ഇരുന്ന് കളിക്കും. അവനവിടെ ഇരുന്ന് കളിച്ച് എല്ലാം കഴിഞ്ഞ് പുള്ളി ആയിരിക്കും കമൻസ് ഒക്കെ വായിക്കുന്നത്. അവനങ്ങനെ വായിച്ച് റിപ്ലൈ പറയാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. പുള്ളി കമൻ്റൊക്കെ നോക്കി വായിച്ചൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ലൈവ് എൻ്റെ ചെയ്യും, പോയി അവന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. വൈകുന്നേര സമയങ്ങളിലായിരിക്കും, അവധിയുള്ള ദിവസങ്ങളിലായിരിക്കും അവൻ സ്ട്രീം ചെയ്യുന്നത്. റെഗുലറായിട്ട് വരത്തില്ല, കാരണം കൊച്ചു പയ്യനെ പഠിക്കാനുണ്ട്. അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനൊരു ഫാദർ ഇപ്പം അവൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലായതുകൊണ്ട്. ഒരു കാര്യം ഞാൻ പറയാനുള്ള ചേട്ടാ, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും മമ്മൂട്ടി ആകത്തില്ല, മോഹൻലാൽ ആകത്തില്ല. അത് എപ്പോഴും എല്ലാ ഒരു സെക്ഷനിലും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. മകനെ കൊണ്ട് ഗെയിം കളിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്നവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനൊരു പ്രോമിനൻറ്റ് സ്ട്രീമറോ ഒരു ഗെയിമിംഗ് കോണ്ടന്റ് ക്രിയേറ്ററോ ആവാൻ പോണില്ല. ബട്ട് ഇപ്പം സ്പോർട്സിന് വിടുന്നതാണെങ്കിൽ പോലും നമ്മുടെ മോൻ സച്ചിനാവും അല്ലെങ്കിൽ നമ്മുടെ മോൻ ധോണിയാവുമെന്ന് വിചാരിച്ചല്ലോ നമ്മൾ സ്പോർട്സിന് വിടുന്നത്. ലെറ്റ് ഹിം ട്രൈ എന്നുള്ളൊരു രീതിയിലല്ലേ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഫീൽഡിലും കൊടുക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ചേട്ടൻ പറഞ്ഞൊരു സൈഡുണ്ട് ഇതിൻ്റെ. അതായത് ഇതിലേക്കുള്ളൊരു അഡിക്ഷൻ, ഒന്നാമത്തെ കാര്യം ഇതിലേക്കുള്ളൊരു അഡിക്ഷൻ ഭയങ്കര അഡിക്റ്റീവാണ്. പ്രത്യേകിച്ച് ഈ ചേട്ടൻ പറഞ്ഞ ഏജിലുള്ള കുട്ടികൾക്ക് അവരെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പാടാണ്. നമ്മൾക്കിപ്പം
ഇപ്പോൾ എൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഏജൊക്കെ ആണെങ്കിൽ ചേട്ടൻ്റെ വർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്ട്രെസ് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോധമുണ്ട്, ഇപ്പോൾ കിടന്ന് ഉറങ്ങിയാലേ നാളെ രാവിലെ എണീറ്റ് പണിക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയാലേ മര്യാദ കാര്യം നടക്കുള്ളൂ. പക്ഷേ ഈ പിള്ളേരിൽ ഈ ഒരു സാധനം പെട്ടെന്ന് വരത്തില്ല അവർക്ക്. ഈ സ്റ്റഡീസ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളിലാണ് റിഫ്ലക്സ് ഭയങ്കര ഹൈ. റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ ടൈമും പറയണം. അതായത് നമ്മളൊരു ഗെയിം വാട്ട് എവർ എന്ത് കളിക്കുന്നെങ്കിലും ഇപ്പോൾ ഒരാളെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നു, വെടിവെക്കുന്നു, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും വെടിവെക്കും, നമ്മൾ വെടിവെക്കും. ഇതിൽ ആരും വീഴുന്നതെന്ന് വെച്ചാൽ ആദ്യം വെടിവെക്കുന്ന ആളായിരിക്കുമല്ലോ ജയിക്കുന്നത്, അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊള്ളിക്കുന്നത്. ആ റിയാക്ഷൻ ടൈം ഏറ്റവും കൂടുതലുള്ളത് കുട്ടികളിലാണെന്നാണ് ഗെയിമിംഗ് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേഷൻ ഇല്ല. പക്ഷെ നമ്മളൊക്കെ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഫാമിലി ആയാലോ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പ്രഷറിലാണ് കളിക്കുന്നത്. പക്ഷേ പിള്ളേർക്കതില്ല. അവർ ഗെയിം കളിക്കാൻ വന്നാൽ അവരുടെ മൈൻഡിൽ ഒറ്റ കാര്യമുള്ളൂ, ഗെയിം. അതാണ് അവരുടെ അൾട്ടിമേറ്റ്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പിള്ളേർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലിനെയും അഡിക്ഷനും നന്നായിട്ട് ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരൊറ്റ വഴി എന്ന് പറഞ്ഞാൽ പേരൻസിന് അവരുടെ മേളിൽ ഒരു കൺട്രോൾ എടുക്കാനുള്ള പവർ ഉണ്ടാവണം. അതിന് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണം. ഈഗിൾ ഇതിലേക്ക് വരുമ്പം ഈഗിളിൻ്റെ പേരൻസ് എങ്ങനെയാണ്? ഈഗിളിനെ സപ്പോർട്ട് ചെയ്യുകയാണോ, ദേഷ്യപ്പെടുവാണോ? അയ്യോ അല്ല, എൻ്റെ വീട്ടുകാർ ഭയങ്കര എതിരായിരുന്നു ഇതിന്. ഞാൻ എന്നെ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ പുറത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ എന്നെ അമ്മ മാത്രമല്ല, എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പം അച്ഛൻ ഇവിടെ ദുബായിലൊക്കെ നിന്ന് കുറേ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി വീടൊക്കെ വെച്ച് അങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കൊരു അസുഖമൊക്കെ വന്നു. അങ്ങനെ തിരിച്ച് നാട്ടിലൊക്കെ വരേണ്ട വന്നു. അപ്പം നമുക്ക് ഫിനാൻഷ്യലി, ഞാനൊരു +2 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ ഫിനാൻഷ്യലി എൻ്റെ വീട്ടിൽ നല്ല ശോകമായിരുന്നു. അതായത് എന്നെ അങ്ങനെ ചേച്ചിയെ നല്ലൊരു കോളേജിലൊക്കെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലും പിന്നെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിടണ്ടേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പപ്പയ്ക്ക് കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ എന്താ പറയുക, ഞാൻ ഗെയിം അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തരാൻ പറയുമ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഈ പറയണതുപോലെ ഗെയിം ട്രൈ ചെയ്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഗെയിം ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുന്നത് ലാപ്പിൽ കളിച്ചു തുടങ്ങുന്നത് അവിടെ. അന്നും ഗെയിം കളിക്കാൻ വേണ്ടി എന്നല്ല, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങിച്ച് തന്നതാണ്. അതിൽ നിന്ന് തുടങ്ങി ഞാൻ ഒരു ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ടൊരു റിസ്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും പറയണത് പോലെ എല്ലാവരുടെയും ഒരു സക്സസിൻ്റെ പുറത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ടെന്ന് പറയൂലേ, അതുപോലെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഈ ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് BGM, അതായത് PUBG ലോഞ്ചാവുന്നത്. PUBG ലോഞ്ചായപ്പം കളിക്കാൻ എനിക്ക് ഫോണില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസ അയച്ചു തന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ നൈസായിട്ട് ഈ ഫീസ് അടയ്ക്കാൻ തന്ന പൈസ എടുത്ത് ഞാനങ്ങ് ഫോൺ വാങ്ങി. ഏത് ഫോണാണ് മേടിച്ചത്? വിവോയുടെ ഒരു V25 അങ്ങനെ ഒരു മോഡലാണ്. V23 പഴയ മോഡലാണ്, ഏറ്റവും ആദ്യത്തെ മോഡൽ. സംഗീത മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ കടയുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അവിടുന്ന് ഞാൻ പോയൊരു ഫോണൊക്കെ വാങ്ങിച്ചു. ഇന്റർവ്യൂ കണ്ണു നിറയുന്നു. ഞാനൊരു ഫോണൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഞാൻ ഫോൺ മേടിച്ചെന്ന്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ അന്ന് തൊട്ട് എന്തെങ്കിലും സൈഡായിട്ട് കുറച്ച് പരിപാടി. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന കാര്യം ഞാനിങ്ങനെ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരാഴ്ച അല്ല 1 മാസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇത് ഫീസ് അടയ്ക്കണം. അപ്പം ഞാൻ സാറിനോട് ഇങ്ങനെ കൈയും കാലുമൊക്കെ പിടിച്ച് സാർ എനിക്കൊരു 2 മാസം സമയം തന്നു. അപ്പം ഞാൻ പയ്യെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പാർട്ട് ടൈം എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കി. അങ്ങനെ ഞാൻ കുറേ ജോലിക്കൊക്കെ ഇറങ്ങിയിട്ട് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ പഠിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വലുതായിട്ട് വർക്കൊന്നും കിട്ടാതിരുന്നപ്പം ഞാൻ ലാസ്റ്റ് പൈസ ഉണ്ടാക്കുക ഒറ്റ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ സൊമാറ്റോ, സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്കൂട്ടറൊക്കെ ഒപ്പിച്ച് സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ഓടി ഒരു 2 മാസം കൊണ്ട് ഞാൻ ഈ ഫണ്ട് അങ്ങ് എടുത്ത് ഞാൻ ഇതങ്ങ് അടച്ചു തീർത്ത്. അങ്ങനെ വീട്ടിൽ അത് പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ലൈവിൽ അല്ലെങ്കിൽ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴാണ് എൻ്റെ വീട്ടുകാർ ഇത് അറിയുന്നത്. ഞാൻ ഈ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് ആ 25,000 രൂപ വെച്ച് ഞാനൊരു ഫോണൊക്കെ വാങ്ങിച്ച് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പയ്യെ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തുടങ്ങി. അപ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിച്ചു തുടങ്ങി ഈ പറയണത് പോലെ അവന്മാർക്കിടയിലുള്ള ഒരു പ്രോയായി എന്ന് വെച്ചാൽ അവരുടെ ഇടയ്ക്ക് സ്റ്റാറായി. ആ സമയത്ത് ഈ പറയണത് പോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ 3-4 കില്ല്, എനിക്ക് 20-25 കില്ല് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ആർക്കും അങ്ങനെ വലുതായിട്ട് കളിക്കാൻ അറിയത്തില്ല, ഇത് വന്ന കാലം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ റെഫറൻസ് എനിക്ക് അയച്ചു തന്നു. എടാ ഇത് കണ്ടോ, ഇതൊക്കെ ഫോറിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ്, കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറവാണ്,
അപ്പോൾ ഞാൻ ഇങ്ങനെ കേരളത്തിൽ അടിച്ച് നോക്കിയപ്പോൾ ആ സമയത്ത് കേരളത്തിൽ കുറച്ച് താരങ്ങളുണ്ട്. കാസ്ട്രോ ഗെയിമിങ്, MRC ഗോഗു, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാനും പയ്യെ ഇതങ്ങ് തുടങ്ങി. കോളേജ് അടച്ചിട്ട് നമുക്ക് അവധിയായി. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു ചെറിയൊരു ഫാമുണ്ട് പശുവിനെ വളർത്തുന്നത്. അത് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക്. രാവിലെ എണ്ണീക്കും, ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കിന് പുള്ളി എണ്ണീക്കും. പുള്ളി എണ്ണീറ്റിട്ട് മമ്മിയും പപ്പയും എണ്ണീറ്റ് ആ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പം ഞാൻ തലേന്ന് രാത്രി തൊട്ട് വെളിയിൽ വന്നിരിക്കുക ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. രാത്രി എടാ വെടി വെക്കടാ പോണോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ബഹളമൊക്കെ വെച്ച് വെളിയിലിരിക്കുക നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുക. ഉറപ്പായിട്ടും അമ്മയെന്നുള്ള രീതിയിൽ അമ്മമാർക്ക് വിഷമം വരും. അത് ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 3-ാമത്തെ ദിവസവും ഇത് തന്നെ. അപ്പം അവർക്കൊരു പേടിയൊക്കെ വന്നു തുടങ്ങി. ഞാൻ എന്തോ ഈ ചെയ്യുന്നത്, ഇവന് ഉറക്കമൊന്നുമില്ല, അതെ, വെളിയിലിറങ്ങി നിന്ന് കൊല്ലടാ അതാക്കടാ എന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കാനൊക്കെ ചെന്നിരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പയ്യെ ഓരോന്ന് ഇട്ട് തരാൻ തുടങ്ങി. ഇങ്ങനെ നീ എന്തോ ചെയ്യുന്നേ, നീ അല്ല ഫോണിനകത്ത് നീ എന്തോ ചെയ്യുന്നേ, ഈ ഫോൺ ഇതുകൊണ്ടാണ് നിനക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളിതൊന്നും വാങ്ങിച്ചു തരാത്തത്. ഞാൻ പണ്ട് തൊട്ടേന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടിയാൽ എനിക്കിങ്ങനെ അഴിച്ചു നോക്കുക അല്ലെങ്കിൽ റീഫിറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് പ്രാന്തുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ എങ്ങനെയും വഴിതെറ്റി പോകും, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസം ഒന്നും ഞാൻ പറഞ്ഞില്ല, ഈ 3 ദിവസം അമ്മ ഇങ്ങനെ ന്യൂട്രലൊക്കെ ചോദിച്ച് 4-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് എന്നെ കുറച്ച് ലോണൊക്കെ എടുത്താണ് പഠിപ്പിക്കാൻ വിട്ടത്. അപ്പോൾ അമ്മ പറയണ തോട്ടെന്ന് പറഞ്ഞാൽ നീ വീട്ടിലായിട്ട് ഇങ്ങനെ, അപ്പോൾ ഒരാൾ പോലും കൺട്രോൾ ചെയ്യാനില്ലാതെ നീ ഹോസ്റ്റലിൽ നീ എത്ര സമയം ഇത് കളിച്ചുകൊണ്ടിരിക്കും, നീ അവിടെ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്നും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് പറയും, ഇനി നീ വീട്ടിൽ ഗെയിം കളിച്ചാൽ ഞാൻ ഇതും കളിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി ചത്ത് കളയും, ഇത് നീ വീട്ടിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അമ്മ അത്രയും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് എൻ്റെ അടുത്ത് ഇതാക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ പഠിപ്പിക്കണത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ആ ഒരു ഏജിൽ എനിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം കൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ട് വരുന്നത്. ഞാൻ ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഈ സൊമാറ്റോക്കൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കി അല്ല അമ്മ എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മയുടെ POV നോക്കുമ്പോൾ അമ്മ ഭയങ്കര കറക്റ്റാണ്. അത് അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അമ്മയോട് കൂടുതലൊന്നും പറഞ്ഞ് തർക്കിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ വീട്ടിൽ നിന്ന് ഞാൻ അമ്മയോടും പപ്പയോടും പറഞ്ഞിട്ട് മമ്മി പപ്പ എനിക്ക് പോകണം, എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നേരെ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി. ഗെയിം കളിക്കുക എന്നുള്ളൊരു കാര്യമല്ല എനിക്ക് മെയിനായിട്ട്. എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കൂട്ടുകാരന്മാരൊക്കെ മെയിനായിട്ട് അന്ന് തന്നെ പറഞ്ഞ കാര്യം, എടാ കണ്ടൻറ് ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ നിനക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം റെഡിയാവും എന്നുള്ള രീതിയിൽ. എൻ്റെ അൾട്ടിമേറ്റ് ഞാൻ ചാനൽ തുടങ്ങിയത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പാഷൻ്റെ പുറത്തൊന്നും അല്ല, പൈസ ഉണ്ടാക്കണം, അതായിരുന്നു എൻ്റെ എയിം. പൈസ ഉണ്ടാക്കുന്ന കുറേ പരിപാടികൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓൺലൈനൊക്കെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്, ആ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് മറ്റേ ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് ആ പ്രായത്തിൽ അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒക്കെ ഹോസ്റ്റ് ചെയ്താൽ പോലീസ് പിടിക്കുമെന്നൊക്കെ. എന്നെ +2 അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +2 എനിക്ക് ഓൾറെഡി ഒരു വാർണിംഗ് കിട്ടിയതാണ് ആൻറ്റി പൈറസി സെല്ലിൽ നിന്ന്. ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റേ ഈ പറയണതുപോലെ അപ്ലോഡൊന്നും ചെയ്യത്തില്ല, വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് എടുത്ത് ഇതിനകത്തിടും. അപ്പോൾ അങ്ങനെ ഒരു വട്ടം ഈ പൈസ ആഡ് വഴി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ അന്ന് എനിക്ക് ആൻറ്റി പൈറസിയിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് ഇതിങ്ങനെ നിർത്തിക്കോണം, വീട്ടിൽ വരുമെന്നൊക്കെ പറയുമ്പോൾ +2 പഠിക്കുന്ന സമയത്ത് പേടിച്ച് ദൂരം നമ്മൾ എന്ത് ചെയ്യാനാണ്, സൈറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഫുൾ ആക്സസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഞാൻ പറഞ്ഞു കൂടുള്ളവരെ പറ്റിത്തരാമെന്ന് കേട്ടോ പേടിച്ചിട്ട്. അവർ വിളിച്ചിട്ട് പറഞ്ഞ് കൂടുള്ളവന്മാരെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരുമെന്ന്. എല്ലാവരും പറഞ്ഞു കൊടുത്തു. അല്ല വേറെ വഴിയില്ലല്ലോ ചേട്ടാ, കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരെ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇതാണ്, നാളെ അവിടെ വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? അവരൊക്കെ കണക്ഷൻ ഉണ്ട്, പക്ഷേ ഇവരുടെ നമ്പറൊന്നും അല്ല, നമ്മളിങ്ങനെ സൈറ്റുകളുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് ടേക്ക് ഡൗൺ ചെയ്യാനല്ല, അത് ഇവരെ പിടിച്ചോണ്ട് പോകാനല്ല, സൈറ്റുകളുടെ പേര് പറഞ്ഞു കൊടുക്കണം, നീ പറഞ്ഞു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ പിന്നെ ആ ഒരു ഏജിൽ തൊട്ടേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ പൈസ ഉണ്ടാക്കുന്ന പരിപാടികൾ ഞാൻ കുറേ നോക്കിയതാണ്. അപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അൾട്ടിമേറ്റ് എയിം വീട്ടിൽ ഗെയിം കളിക്കുക എന്നല്ലായിരുന്നു. എനിക്ക് ഗെയിം കളിക്കാൻ വേണ്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റ് കിട്ടണം, അതിന് ഗെയിം കളിക്കണം. അങ്ങനെ എനിക്ക് കളിക്കാനൊരു അറ്റ്മോസ്ഫിയർ വേണം. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അമ്മ പറയണ കാര്യങ്ങൾ കേട്ട് മറ്റേ വിഷമം വരും, അല്ലെങ്കിൽ ഈ പറയണതുപോലെ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നേരെ തിരിച്ച് ഈ അവധിക്ക് തന്നെ അങ്ങ് തിരിച്ച് ബാംഗ്ലൂർ പോയി അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ചാനൽ സെറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ അവിടുന്ന് ചാനൽ പയ്യെ തുടങ്ങി, ഓരോരുത്തർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി.
അങ്ങനെയാണ് ചാനൽ ഇതായി വന്ന്. ഏത് ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്? ഞാൻ മലയാളം തന്നെ. എൻ്റെ ഓഡിയൻസ് ഫുള്ള് മലയാളമാണ്. ഈ 6 ലക്ഷം പേരും മലയാളീസാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ? എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കുമ്പം എനിക്ക് ഉള്ള 60% ഓഡിയൻസും 24+ ആണ്. 18 വയസ്സിൽ താഴോട്ടുള്ള പിള്ളേർ എനിക്ക് 13%, 17% എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരുപാട് ലേറ്റ് നൈറ്റാണ് സ്ട്രീം ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് സ്ട്രീം കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം പിന്നെ യൂട്യൂബിൽ ഇടുമല്ലോ. യൂട്യൂബിലിടും. കാരണം മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈവ് കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ലൈവിൻ്റെ വ്യൂവർഷിപ്പ് അത്രയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായിട്ട് കൂടുകയൊന്നുമില്ല. അപ്പം എത്ര മിനിറ്റാണ് ലൈവ് പോകുന്നത്? ഞാൻ അങ്ങനെയൊന്നുമില്ല. 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ വരെ പോയിട്ടുണ്ട്. 24 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. അത്രയും വീഡിയോ ഒറ്റ സ്ട്രിപ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അതിങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. നമ്മുടെ നെറ്റ് അനുസരിച്ച് ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടേ ഇരിക്കും. ലൈവ് വരുന്നത് തന്നെ 9:45 10 മണിക്ക് തന്നെ. വളരെ കൊച്ചു പിള്ളേർക്ക് ഈ ലൈവ് കാണാനുള്ളൊരു ചാൻസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം അവർ അടുത്ത ദിവസം സ്കൂളിൽ പോകണം. ആ ഒരു ടൈമിൽ എനിക്കിപ്പോൾ സ്കൂളുള്ള സമയത്താണെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഇത് ചെയ്യും. ഈ ഒരു ഇത്രയും പർട്ടിക്കുലർ ടൈം ഇങ്ങനെ ഒരു റൂട്ടീനിൽ അങ്ങ് ചെയ്തു പോകും. ഞാൻ റെഗുലറായിട്ട് വരാത്തതാണ് മെയിനായിട്ടുള്ളൊരു എല്ലാവരും എൻ്റെ അടുത്ത് പറയണ ഒരു കംപ്ലയിൻറ്റ്. ഞാൻ അങ്ങനെ റെഗുലർ ആവാറില്ല. ലൈക്ക് അത് ഞാൻ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. ആണെന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ പറ്റത്തില്ല, അല്ലെന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എനിക്ക് ഏത് സ്ട്രീം അല്ലെങ്കിൽ എന്ത് ഗെയിം സ്ട്രീം ചെയ്താലും അതിനൊരു എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ആ പ്രസൻറ്റേഷൻ രീതിയിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു ഡിഫറൻസ് എനിക്ക് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഇന്ന് എനിക്കിത് ചെയ്യാനുള്ള മൂഡില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്താൽ വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ലൈവ് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് കോൺഫിഡൻസ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ലൈവ് ചെയ്യാറുള്ളൂ. ഇന്ന് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും, ഇന്ന് ഇത് ചെയ്താൽ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടും എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്ന ദിവസം ഞാനങ്ങ് ചെയ്യും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലാംഗ്വേജിൻ്റെ കാര്യം. നിങ്ങൾ ഈ സ്ട്രീം ചെയ്യുമ്പോൾ ഗെയിം കളിക്കുമ്പം നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ദിവസം നാട്ടിൽ വീട്ടിൽ പോയപ്പോൾ കണ്ണാപ്പി എന്ന് വിളിക്കുന്നുണ്ട് തന്നെ. അപ്പം അവൻ കാണുന്ന ഗെയിമിലെ ആ വ്യക്തി വിളിച്ച് ഉപയോഗിക്കുന്ന പേരാണ് കണ്ണാപ്പി. അപ്പം അങ്ങനെ ഒരു ഗെയിമർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതേപോലെ തൊപ്പിയുണ്ടല്ലോ, ഭയങ്കര ബാഡ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പരിചയം കാണും ചിലപ്പോൾ. അപ്പം എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമാണോ? കാരണം അവർ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ നിങ്ങളെ കാണുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഈ ബാഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം ഒരാൾക്കും, അതായത് ഇപ്പം ഒരു സ്ട്രീമേഴ്സും കേരളത്തിലെ ഇപ്പം മോസ്റ്റ് ഓഫ് എല്ലാ സ്ട്രീമേഴ്സ് ആരെടുത്താലും എന്തെടുത്താലും ഒരിക്കലെങ്കിലും ട്രിഗർ ആവാത്ത, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഒരിക്കലെങ്കിലും ഒരു മോശം വാക്ക് ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മെയിൻ ഒരു കാര്യം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ഇപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ സ്വഭാവം അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉള്ളതുപോലെ ഇപ്പം ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻറ്റേഷൻ രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി ഇങ്ങനെയാണെങ്കിൽ വേറൊരു ക്യാരക്ടറിൻ്റെ സംസാര ശൈലി വേറെ ആയിരിക്കും. അപ്പം അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ആരെയും കാണിപ്പിക്കുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഫോഴ്സ്ഫുള്ളി നമ്മളിത് കാണിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഈ എന്താ പറയുക, ഈ ഒരു സാധനം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഗെയിം സ്ട്രീം അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ ശരിക്കും അതൊരു 18+ ലൈവാണ്. മോസ്റ്റ് ഓഫ് ഞാനിപ്പോൾ ഒരു 18+ ഗെയിം കളിക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ടൈറ്റിലിടും ഇത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കാണേണ്ട സ്ട്രീമാണ്. ചില ഗെയിംസുകളിൽ നമുക്ക് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ഇപ്പോൾ ഈ സിനിമ തന്നെ എടുക്കുകയാണെങ്കിലുണ്ട്, ഈ ചുരുളി പോലത്തെ ഫിലിമൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയണത് പോലെ തന്നത്തെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ മനുഷ്യന്മാർ തമ്മിൽ, ഇപ്പോൾ ചേട്ടൻ മുമ്പേ അടുത്ത് ചോദിച്ചില്ല, സ്റ്റോറി മോഡ് ഗെയിംസ് അല്ലാതെ മനുഷ്യന്മാർ സംസാരിക്കുന്നിടത്ത് അവിടെ ഈ പറയണത് പോലെ തർക്കവും അടിയും വഴക്കും എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഈ പറയണത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗേർഡ് ആവാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഒബ്വിയസ്ലി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് വന്ന് പറയണത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം തൊപ്പിക്കിപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഒന്ന് എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പ്രശ്നമെന്ന് പറയാൻ പറ്റത്തില്ല. അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട്. അത് അവൻ്റെ ഓഡിയൻസ് അങ്ങനത്തെ ഉണ്ട്. ഇപ്പം അവനെ പോലെ തന്നെ ഞാനും തെറിയൊക്കെ പറയാറുണ്ട്. എൻ്റെ ലൈവിൽ ഞാനും തെറി പറയാറുണ്ട്, ഞാനും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും അതിനെപ്പോഴും. അതൊരിക്കലും ഇങ്ങനെ ഒബ്ജക്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. മെയിനായിട്ടുള്ള കാര്യം അവൻ്റെ ആണെങ്കിലും അവൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട്. അവൻ്റെ സ്ട്രീമിംഗ് ശൈലി അങ്ങനെ ആയിരിക്കും. ഇപ്പം ഞാൻ തെറി പറയുവാണെങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു ഇത് എനിക്കും ഉണ്ട്. പക്ഷേ ഇത് കുട്ടികൾ കാണുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു
ഫാക്ടറിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒബ്വിയസ്ലി പിള്ളേർക്ക് ഈ ഒരു സാധനം കൺട്രോൾ ചെയ്യേണ്ടത് പേരൻസ് തന്നെയാണ് ഒബ്വിയസ്ലി. നമുക്ക് അവരെന്ത് കാണുന്നു അവരെന്ത് ചെയ്യുന്നു നമ്മൾ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. എന്താ അച്ഛൻ്റെ ATM കാർഡിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് ഗെയിമിൽ ഇത് മേടിച്ചു അത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തയിൽ 8 വയസ്സുള്ള ചെക്കന് ATM കാർഡ് ഫോണ് ATM കാർഡിൻ്റെ അക്സസ് OTP ഇതെല്ലാം വരുന്ന രീതിയിൽ ഒരു ഫോൺ അക്സസ് കൊടുക്കുക എന്ന് പറയുന്നത് അത് പേരൻസിൻ്റെ മിസ്റ്റേക്കാണ് ഒബ്വിയസ്ലി. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ നോക്കാറില്ലേ? തീർച്ചയായും ഉറപ്പായിട്ടും. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും. നമ്മൾ ഈ സ്ട്രീമേഴ്സ് അല്ലെങ്കിൽ ഈ പറയണ ഞാനിപ്പം എൻ്റെ സ്ട്രീമിൽ ഗെയിംസിലൊക്കെ പൈസ മുടക്കുമ്പോൾ ഞാൻ എൻ്റെ ഓഡിയൻസിനോട് പറയും ഗൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിനായിട്ട് നിങ്ങൾക്ക് പൈസ മാറ്റി വെച്ചാലും നിങ്ങളുടെ ജീവിത രീതി ഒരിക്കലും ബാധിക്കത്തില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് പൈസ മുടക്കാവൂ. ഞാൻ ഇതിൽ പൈസ മുടക്കുന്നത് കാരണം ഇതിൽ എനിക്ക് പൈസ മുടക്കുമ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഞാൻ ഒരു ബിസിനസ് പോലെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ വട്ടം. കാരണം ഇപ്പം ഞാനൊരു 5000 രൂപയ്ക്ക് പുതിയൊരു ഗെയിം മേടിച്ച് ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ ഈ 5000 രൂപയ്ക്ക് ഞാൻ ആ ഗെയിം സ്ട്രീം 5000 രൂപ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഗെയിം മേടിച്ചും 5000 രൂപയുടെ ഗെയിം മേടിച്ച് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 5000-ൽ മുകളിൽ തിരിച്ച് കിട്ടും. അപ്പോൾ എൻ്റെ ഇതിൽ നോക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ ഈ സെയിം സൈഡിൽ വെളിയിൽ നിൽക്കുന്ന ഒരു ഇത് കാണുന്ന ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് കാണുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു കൊച്ചു പയ്യൻ അവൻ നോക്കുമ്പോൾ ഓക്കെ എനിക്ക് ഈ ഗെയിം ആ ചേട്ടൻ 5000 രൂപ കൊടുത്ത് ആ ഗെയിം മേടിച്ച് കളിക്കുന്നു, അപ്പോൾ എനിക്ക് ഈ ഗെയിം മേടിക്കണം. അപ്പോൾ എനിക്ക് ഗെയിം മേടിക്കാൻ വേറെ വഴിയില്ല, അച്ഛൻ്റെ ATM കാർഡാണ് പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അവൻ നേരെ അതിലേക്ക് തിങ്ക് ചെയ്ത് അത് വിഡ്രോ ചെയ്ത് എടുക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ അവൻ അത്രയും ആക്സസ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന് നമ്മുടെ കാർഡിൻ്റെ മറ്റേ പിൻ നമ്പറും അതും ഇതെല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനൊരിക്കലും അവനെ ബ്ലെയിം ചെയ്യട്ടെ. പലപ്പോഴും പല കാര്യങ്ങളും ചെക്കനെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യിപ്പിക്കാനോ എല്ലാം ഒരു വിധത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതിനുള്ള ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക നല്ലത് ചീത്ത ഏത് മോനെ ഇത് അഥവാ ഞാനൊരു കാര്യം ചേട്ടൻ്റെ അടുത്ത് പറയണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചേട്ടാ ഈ തെറിവിളികൾ പിള്ളേർ കേൾക്കരുത് എന്നല്ല എൻ്റെ അഭിപ്രായം. അത് കേട്ടിട്ട് അത് മോശമാണെന്ന് തിരിച്ചറിയണം. അതിപ്പോൾ കേൾക്കുകയാണെങ്കിലും മോനെ ഇതൊരു മോശവാക്ക, ഇത് പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പേരൻസ് ചേട്ടന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് പേരെ. എനിക്ക് അങ്ങനെ കുറച്ച് പേരെ ആൾക്കാരെ അറിയാം. അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവണമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും പറ്റത്തില്ല മക്കളെ തെറി കേൾപ്പിക്കാനോ ഒന്നും മറ്റേ തെറി വിളിക്കുന്ന കേൾപ്പിക്കാനോ ഒന്നും. അഥവാ എന്നാലും ചില സമയത്ത് ചില വേർഡ്സുകളൊക്കെ പിള്ളേർ ഒറ്റയടിക്ക് ക്യാച്ച് ചെയ്യും. എന്നിട്ട് ചോദിക്കും അച്ഛനോട് അമ്മയോട് ചിലപ്പോൾ ചോദിക്കാം ഇതെന്താ അച്ഛ ഇതെന്താ അമ്മ എന്ന് ചോദിക്കാം. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് മോനെ അതൊരു മോശം വാക്കാം, അപ്പം അത് പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. ഇത് ഒരു പക്ഷേ ചേട്ടൻ പറഞ്ഞൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലൈവ് കാണുന്ന സമയത്ത് പേരൻസ് അറിയുന്നില്ലല്ലോ ഈ ലൈവാണ് കാണുന്നത് അല്ലെങ്കിൽ അതാ കാണുന്നത് ഇതാ കാണുന്നതെന്ന്. അത് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കും എൻ്റെ ഒരു രീതിയിൽ പറയുകയാണ് നമുക്കും ഇത് ചില സമയത്ത് മനുഷ്യന്മാരാണ്, ട്രിഗേർഡ് ആവും, ദേഷ്യം വരും. ചിലപ്പം ഇത് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലല്ലോ ചേട്ടാ, ലൈവ് അല്ലേ. ചില സമയത്ത് ഈ ലൈവ് കാണാൻ വരുന്ന ഓഡിയൻസ് ഇപ്പം യൂട്യൂബേഴ്സിലായിട്ടുള്ള ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ റിപ്ലൈ ആയിട്ട് തെറി പറയാറുണ്ട്. ഇപ്പം അത് നമുക്ക് നോക്കുമ്പം നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യാറ്, ഞങ്ങൾ ലൈവാണ്. ഞങ്ങൾക്ക് ഓൺ ടൈം ആയിരിക്കും നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ അച്ഛനും അമ്മമാരെയൊക്കെ എടുത്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ട്രിഗേർഡാവും. നമ്മൾ പെട്ടെന്ന് ട്രിഗേർഡായിട്ട് നമ്മൾ എന്തെങ്കിലും തെറിയൊക്കെ തിരിച്ചു പറയും. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളും പെട്ടെന്ന് ട്രിഗേർഡായിട്ട് തിരിച്ചു പറയാനുള്ള സാധ്യതകളുണ്ട്. അതൊരു ലൈവ് ടൈം ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് ഉള്ളൊരു ഡിഫറൻസും കൂടി അതിനകത്ത് വരുന്നുണ്ട് സ്ട്രീമേഴ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ. ഇപ്പം നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം നല്ലതുപോലെ ട്രൈ ചെയ്തിട്ട് ആ ലെവലിൽ തോറ്റുപോയി എന്ന് വിചാരിച്ചോ, അപ്പം നമുക്ക് NT എന്ന് പറയാം, നൈസ് ട്രൈ. പിന്നെ ഒരു ഗെയിം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ നമ്മൾ ജയിച്ചു, ഒപ്പോണൻസിൻ്റെ അടുത്ത് നമുക്ക് വെൽത്തി ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ നല്ല കളിയായിരുന്നു എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പറയാനാണ് GG എന്ന് പറയാം, ഗുഡ് ഗെയിം, ഗുഡ് ഗെയിം. അങ്ങനെ കുറേ ഗെയിമിംഗ് ടൈംസ് ഉണ്ട്. അത് ഈ ഗെയിം കളിക്കുന്നവർക്കറിയാം. ഈ പറയണത് പോലെ ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. ഇത് കൂടാതെ ടോക്സിക് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള വേറെ ടോക്സും ഷോർട്ട് ഫോമിലുണ്ട്.